അല്ല, എല്ലാരും ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒരു സാറേ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത്. ഞാനപ്പ പറയണ്ടേ, എനിക്കിതെല്ലാം കൂടി കേട്ടിട്ട് തലക്ക് പ്രാന്തി പിടിച്ച് നിൽക്കുക. അത് ശരി സാറേ, ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. ഇതിപ്പോ എത്ര രൂപയുടെയാണ്? ഇതിപ്പോ 4500 × 15 അങ്ങനെ 67,500 രൂപ വരും. അല്ല സാറേ, ഈ 4500 സ്റ്റാമ്പൊക്കെ നമ്മൾ ഏടെ കൊണ്ടിട്ട് വെക്കുക? എവിടെ കൊണ്ടുപോയാലും ഈ സ്റ്റാമ്പ് മുഴുവൻ നമ്മൾ വിറ്റ് തീർത്തേ പറ്റൂ. എന്റെ സാറെ പഴയ കാലം നല്ലത്. അത് നോക്ക്, ഈ അക്ഷയം ഓൺലൈനൊക്കെ വന്ന കാരണം ഒരു പരിപാടി നമ്മുടെ ഇവിടെ നടക്കില്ല. ഒക്കെ ആൾക്കാർ അങ്ങടാ പോണത്. പഴയ കാലത്താണെങ്കിൽ നോക്ക്, ഈ 4500 രൂപ അപ്പുറം നമുക്ക് വെക്കാറുണ്ട്. ഒരു 100 പേരെങ്കിലും ഇവിടെ വന്ന് കേറില്ലേ? ആരാണ് വരുന്നത്? സാറേ, ഒരു 5 എണ്ണം ഞാൻ മേടിക്കാം. അതാകുമ്പോ അവളുടെ ഭർത്താവിന് തന്നെ കൊടുത്താൽ മതി, ശ്രീകുമാറിനെ. അവൻ മേടിച്ചോളൂ 5 എണ്ണം. അപ്പൊ ബാക്കി 4495 നമ്മളെല്ലാരും കൂടി വെക്കണം എന്നാ പറയണേ. പിന്നല്ലാതെ മുഴുവൻ എനിക്ക് മേടിക്കാൻ പറ്റുമോ? സാറേ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്കിത് അക്ഷയ കൊണ്ടിട്ട് കച്ചവടാക്കിയാലോ? നമ്മളെ ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റിനും പോക്ക് വരവിനും വരുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വരുമല്ലോ. ഓർക്കൊക്കെ ഒരു 20 എണ്ണം തോതിലായിട്ട് കൊടുക്കാന്ന്. അക്ഷയൊന്നും ശരിയാവില്ല, അതൊന്നും വേണ്ട. സാറേ ഇതാ നോക്ക്, നമ്മളിപ്പോ സാറ് പറഞ്ഞമാരി അവിടെ ഒരു കസേര ഇട്ടിട്ടേ ഓരോരുത്തരും മാറി മാറി അങ്ങോട്ട് ഇരിക്കുക. സാധനം ചെലവാകും. മാറി മാറി ഇരിക്കണമെന്നില്ല, ഞാൻ കുത്തിരുന്നോളൂ, ഞാൻ കച്ചവടാക്കി തരാം. അയ്യോ വേണ്ട. അതെ സാറേ, ഇത് ഐഡിയ കേട്ടോ. ഈ മൊയ്തു സാറിന്റെ വീട് അക്ഷയുടെ തൊട്ടടുത്താ. അപ്പൊ ഓഫീസിൽ വരികയും വേണ്ട, വീട്ടിലിരിക്കുകയും ചെയ്യാം. അല്ലല്ല, അള്ളാണ് നേര്, ഞാൻ ആത്മാർത്ഥോണ്ട് പറഞ്ഞ. അയ്യോ അതെ, സ്റ്റാമ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാനെ വിളിക്കുന്നത്. ഇത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ സാറേ. അല്ല, എന്തായാലും ആ ആത്മാർത്ഥത വേണ്ട. വേണ്ട. എന്റെ സാറ് ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ വന്ന് കേറും. രാശേ, ഞാൻ ഓഫീസിലെത്താനായി എത്തി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കടാ കേട്ടോ. ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റണം. സാറന്മാർ ഒന്ന് കാണണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വരൂ, നിങ്ങൾ തന്നെ വരൂ. എന്താ കാര്യം? ഒരു അത്യാവശ്യ കാര്യം. ആണോ? എന്ത് അത്യാവശ്യം ആണെങ്കിലും ചെയ്തു തരാം കേട്ടാ. ഓ സാറേ, അങ്ങോട്ട് പോയാ മതി. വന്നോ. എന്താ ആവശ്യം? പറഞ്ഞോളി. എന്താവശ്യം പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷമായി സാറേ. ഒരുപാട് ഓഫീസ് കയറി ചെല്ലുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനൊരു സമീപനം ജീവിതത്തിൽ കിട്ടിയില്ല സാറേ. ഇതെന്ത് ഓഫീസാണ്? എന്ത് ഓഫീസിലേക്കാണ് നിങ്ങൾ വന്നത്? എനിക്ക് എല്ലാ ഓഫീസും ഒരുപോലെയാണ് സാറേ. എന്താ ഇപ്പൊ നിങ്ങൾ ആവശ്യം പറയും. നാളെയാണ്. ആരാണ് ഭാഗ്യവാൻ ആർക്കും പറയാൻ പറ്റില്ല. ഒരു ടിക്കറ്റ് എടുക്കും, 60 ലക്ഷം രൂപ, 40 രൂപ മാത്രം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ ഒരു ഉണ്ണി. ഉണ്ണിയേട്ടോ. ഓ, ഞങ്ങൾ ഇതേ മാരത്തെ ഒരു ടിക്കറ്റ് വിൽക്കാനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ലോട്ടറി എല്ലാം സ്റ്റാമ്പ് ആണെന്ന് മാത്രമല്ലോ. ഹലോ സാർ. സാറിന് വേണ്ട. ഇതൊരു ഓഫീസാണ് അല്ലേ? ഇവിടെ കച്ചവടം വേണ്ട, പുറത്തു പോട്ടെ. ഭാഗ്യദേവനാണ്. നിങ്ങളോട് പോകാൻ പറഞ്ഞോ? ഉണ്ണിയേട്ടോ പോയിക്കോളി. കടപ്പുറത്തേക്കാണോ പോയി അടിക്കണത്? ഹലോ, സാറേ പറയൂ. അയ്യോ സാറേ, 1 മണിക്കൂറിൻ്റെ ഉള്ളിലോ? ഞാൻ ട്രൈ ചെയ്യാം സാർ. ശരി. അതേ, ഒരു വലിയ വിഷയമുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിയമസഭയിൽ ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ലേജിന്റെ പരിധിയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുള്ള വിധവകളുടെ എണ്ണം എത്രയാന്നുള്ളത് 1 മണിക്കൂറിന്റെ ഉള്ളിൽ കൊടുക്കണം. അങ്ങനെയാണിത്. കലക്ടറേറ്റിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യും. എവിടെ ചെക്ക് ചെയ്യാൻ? എന്റെ കമ്പ്യൂട്ടർ നന്നാക്കി കൊണ്ടുവന്നില്ലല്ലോ. നന്നായി. അതിലേറെ നന്നായി. സാറേ, ഒരു 5 ആളെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടൊക്കെ എന്താ കാര്യം പോയി സാറേ? സാറ് പിന്നെ ഈ 1 മണിക്കൂറിനുള്ളിൽ എവിടുന്ന് കണക്കുണ്ടാക്കണത്? എങ്ങനെ ആയാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഉണ്ടാക്കിയിരിക്കണം എന്ന് പറഞ്ഞ സാറേ, 1 മണിക്കൂർ കൊണ്ടൊന്നും ഇപ്പൊ ഈ ഫയലൊന്നും പരിശോധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ആലോചിച്ചോ. എന്ത് ചെയ്യുന്നത്? ഇത് നിങ്ങൾ എത്ര പൈസ കൊടുത്ത്? 12. എന്താണ് 12? എവിടെ കണക്കിട്ടി? എന്ത് കണക്ക്? വിധവകളുടെ എണ്ണം. അതിനെ 12 അടിച്ചോ. 12. നിങ്ങൾ പേരന്റെ പൈസ അല്ലേ പറഞ്ഞേ? പണ്ടാറെങ്കിലും കേട്ടോ, അത് കൊടുത്തിട്ട് അത് കണക്കാക്കി ശരിയാകട്ടെ. അല്ലാണ്ട് എന്താണ് ഇതിപ്പോ കൂടി കുറഞ്ഞു? ആരും അന്വേഷിക്കുന്ന ഇവിടെ?
അയ്യോ സാറ് തെറ്റിപ്പോയി. ഞാൻ 12 ടൈപ്പ് ചെയ്തപ്പോ കീബോർഡ് തെറ്റി 17 ആയിപ്പോയി. അയ്യോ എന്റെ മണ്ടു മാഡം, ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ? അതാ കുഴപ്പമില്ല സാറേ, കറക്റ്റാണ് ഇപ്പോ കറക്റ്റാണ്. ശരിക്കും 17 ഞാൻ തെറ്റിട്ട് പറഞ്ഞാണ് 12. ആണോ? ഇതിപ്പോ വൈദ്യം കൽപ്പിച്ചു രോഗി ഇച്ഛിച്ച ഒക്കെ 17 തന്നെ. അല്ല എന്നാ പിന്നെ അങ്ങനെ പോട്ടെ. പോയി. പോയല്ലോ അല്ലേ? പോയി. എന്നാ മാറിക്കോളൂ. ഇതിന് 5 രൂപ കൂടുതലാന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. അത്ര ഉള്ളു മിണ്ടാണ്ടിരിക്കും. അപ്പൊ എന്തായാലും നിയമസഭയിലെ ചോദ്യോത്തരവേളക്കുള്ള സംഗതി കൊടുത്തു, അത് കൊടുത്തു. അയ്യോ അതെ, ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കും. അതിന്റെ തീരുമാനം ഇതേപോലെ എങ്ങനെയെങ്കിലൊക്കെ നടക്കും സാറേ. 4500 എന്താ ചെയ്യാ നമ്മള്? സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഓ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല, പറയൂ. എന്നാലും പറയാ. അതെ, നമ്മുടെ മന്മോഹൻ സാറില്ലേ, ഫൈനാൻസ് എടുത്തണം മന്മോഹൻ സാറ്, ആ ആളുടെ അടുത്തൊന്നും വെറുതെ പറഞ്ഞാൽ മതി, ഒരു 1000 അയാൾ അപ്പം തന്നെ എടുക്കും. അതേപോലത്തെ ഒരു 4 ആളെ കണ്ടെത്തിയാൽ മതി, പരിപാടി കഴിഞ്ഞു പോയി. സാറേ അത് നല്ല ഐഡിയ കേട്ടോ. അതൊന്നും ശരിയാവില്ല. കണ്ടില്ലേ, ശരിയാവില്ല. മാത്രല്ല ഈ മന്മഥൻ എന്ന് പറയുന്ന കക്ഷി അയാളുടെ ഒരു 1.5 ഏക്കർ നിലം അത് നഗത്തണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയും. അഥവാ സാറ് ഈ സ്റ്റാമ്പ് മന്മഥന് കൊടുക്കാൻ തീരുമാനിച്ചാല് അയാളോട് പറയും എനിക്കൊരു കമ്പ്യൂട്ടർ മേടിച്ചു തരാൻ. അല്ലാതെ സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ തൊട്ട് ഞാൻ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കും. അതന്നെ. ഈ കമ്പ്യൂട്ടറൊക്കെ എന്നാ ഉണ്ടായത് എന്റെ പണ്ടു. ഫയൽ നോക്കിയിട്ട് പണിയെടുക്കുക, അതാണ് ശാശ്വതമാവുള്ളൂ അല്ലേ സാറേ? ഈ പോക്കുവരത്ത് നടത്താൻ വേണ്ടിയിട്ടേ പറഞ്ഞോളൂ. മാഡം, ഞാനൊരു 10-13 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടേ. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അതിന്റെ എഴുത്ത്, രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ. അപ്പൊ പോക്കുവരവ് ചെയ്യാൻ പറഞ്ഞപ്പോ അവിടുന്ന് ഇങ്ങോട്ട് അൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അൺലോഡല്ല, അപ്ലോഡ്. അത് തന്നെ, അപ്പൊ ഇവിടെ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്ലോഡ് ചെയ്ത് നോക്കണമെങ്കിൽ കമ്പ്യൂട്ടറുള്ള സാറിനോട് ചോദിക്കേണ്ടി വരും. സാറാണോ? സാറേ അതെ, അത് ചെയ്തു തരാം. അപ്പൊ ഒരു 300 റുപ്യ ഉണ്ടാവും കയ്യില്? 300 രൂപ തരാം. 300 രൂപന്റെ ഫീസാണല്ലേ? ഫീസല്ല ഇത്. പിന്നെ ഞാൻ പറയാം, പൈസ കുഴപ്പമില്ല, നമുക്ക് കാര്യം നടന്നാൽ മതി. കേട്ടാ, ഇതാണോ പോക്കുവരവ്? ഇത് പോക്കുവരവല്ല, ഇത് ശിശുദിന സ്റ്റാമ്പാണ്. അപ്പൊ ഇതൊരു 20 തരാം. അല്ല, എനിക്കെന്തിനാണ് ശിശുദിനത്തിന്റെ സ്റ്റാമ്പ്? കുട്ടികൾക്ക് കൊടുക്കാലോ. മറ്റേ നാക്കിലൊട്ടിക്കുമ്പോ മൂടാണതാണോ? അതൊന്നുമില്ല, ഇത് വെറുതെ പുസ്തകത്തിലൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട്. എല്ലാ കുട്ടികൾക്കും ഒരു 2 വെച്ചാൽ കൊടുത്തോളൂ. അത്രയും കുട്ടികളില്ലേ? അയൽഭാഗത്തൊക്കെ ഉണ്ടാവല്ലോ, കുട്ടികളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ നല്ലതാണ്. അല്ല, കാര്യം നടക്കട്ടെ. അപ്പൊ എന്റെ പോക്കുവരത്തിന്റെ തരാം. ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. പുറത്തിരിക്കണം. പുറത്തിരുന്നാൽ മതി. അപ്പൊ ശരി ശരി. ഇത് വേണമെന്നില്ലാട്ടെ സാറേ? അല്ല, കൈ വെച്ചോളൂ. ഞാൻ ഈ ബെഞ്ചിലുണ്ടാ. ഓ ആയിക്കോട്ടെ, ശരി. 500 പറയാറുണ്ട്. ഞങ്ങളത് ഇവിടെ പറഞ്ഞു. സാറിന് ഇപ്പോഴും ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവില്ലേ? ഓരോ അടുത്തൊക്കെ പൈസ ഉണ്ടേനി. ഹലോ, വില്ലേജ് ഓഫീസറാണ്. സാറേ പറഞ്ഞോളൂ. ഓക്കെ സാറേ, ഞാൻ ഒന്ന് കുറിച്ചോട്ടെ സാറേ. ശരി സാറേ. ഓക്കെ. അടുത്തത് എന്താണ്? പശ്ചിമ ബംഗാളിലെ ഗവർണറും ഭാര്യയും അയാളുടെ കുടുംബം ഒക്കെ പാടെ കൂടി കേരളത്തിലേക്ക് വരികയാണ്. എന്തിനാന്ന് ആർക്കറിയാം. അവർക്ക് എന്തോ ക്ഷേത്ര ദർശനം അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ട്. അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? 12 ഒറ്റമുണ്ട്, 12 ഉത്തരീയം, 12 മേൽമുണ്ട്, 12 തോർത്ത്, 2 ജോഡി സെറ്റ് സാരി. എന്താ ഗവർണർ ഉടുതുണിയില്ലാണ്ട് അങ്ങോട്ട് വരുന്നത്? സാറേ, സാധനങ്ങളൊക്കെ മേടിക്കുക, പൈസ എടുത്തിട്ടു. സാറേ, ആ 2 സെറ്റ് സാരി എന്നല്ലേ എഴുതിയേക്കണേ? അത് 3 ആക്കിക്കോ. അതിനാ എനിക്ക് പറഞ്ഞെടുക്കാലോ. അത് നിങ്ങൾ ആരാണ് ഗവർണറുടെ? സാറേ, എനിക്ക് പൈസ തന്നാ മതി, ഞാൻ നല്ല നോക്കി മേടിച്ചോളാം. നിങ്ങൾ ഈ കളിതമാശകളെ വിട്.
ഇതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ. ഞാൻ ആകെ പെട്ടുപോയി. സാറേ മറ്റേ അതിന്റെ ഇടയ്ക്ക് വേറെ സാധനം പറഞ്ഞല്ലോ, എന്താ ഉത്തരീയല്ലേ? ഉത്തരിയോ എന്താണത്? ഓണകാന്ന്. അയ്യോ അതും കൂടി ഇല്ലാണ്ട് അവരിങ്ങോട്ട് വരുന്നത്. സാറേ കോണകൊന്നും അല്ലാതെ ഉത്തരി എന്ന് പറഞ്ഞ മേൽമുണ്ടാണ്. മേൽമുണ്ട് എന്തെങ്കിലും ആവട്ടെ, ഉടുതുണി ഇല്ലാത്ത നാട്ടിൽ നിന്നല്ലോ വരുന്നത് ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് എടുക്കാൻ. എന്തൊരു കഷ്ടാത്. ഇതെങ്ങനെ സംഘടിപ്പിക്കും ഞാൻ അതാണ് ആലോചിക്കുന്നത്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കേൾക്കുമെന്ന് അറിയില്ല എന്നാലും പറയാം. എന്താണ് പറയും? നമ്മളെ ആ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ദാമോദരല്ലേ? ഓ ദാമോദരൻ. ആ സാറിന്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ അതാ നമുക്ക് വേണ്ട സകല സാധനങ്ങൾ അയാൾ തന്നെ തരും. 2 പോക്കുവരവ് നടത്താണ്ട് അയാൾക്ക് ഇവിടെ. അത് ഉഗ്രൻ ഐഡിയ കേട്ടോ. അതൊന്നും നടക്കില്ല. നീ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നടക്കില്ല. രാഘവട്ടോ എവിടെ പോകുന്നു? ഞാനെന്നാ വില്ലേജ് ഓഫീസിൽ എന്ത് പറ്റി? എന്തോ എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആ സുമേഷ്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ശരി ശരി. അപ്പൊ ശരി. സാറേ ഞാൻ എപ്പോ നിൽക്കണം അറിയോ ഇവിടെ? എന്നാ നിക്കണ്ട, അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. അവിടെ ബെഞ്ച് ഉണ്ടല്ലോ. മറ്റാളെവിടെ സാറേ? ആര്? ആ രാഘവനെ. ആ രാഘവന്റെ ദേഷ്യം എന്നോട് കാണിച്ചിട്ട് എന്താ കാര്യം കേട്ടോ. ആള് വാരണ്ടേ, എന്നാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. വിളിപ്പിച്ച സാറേ എന്താത്? സാർ എന്നെ എന്തിനാ വിളിപ്പിച്ചത്? നിങ്ങൾ ആരാണ്? ഞാൻ രാഘവൻ. സാറേതാ പരാതിയില്ല, രാഘവൻ എത്തിയിട്ടുണ്ട്. ഇതാ 2 ആളും അങ്ങോട്ട് ചെല്ലു. സാർ ശരിയാക്കി തരും. അങ്ങോട്ട് ചെല്ല്, സാറിന്റെ അടുത്തേക്ക് ചെല്ല്. സാറിന്റെ അടുത്തേക്ക് സംസാരിക്കൂ. അതെ ചേട്ടോ, ഇത് പോലീസ് സ്റ്റേഷനല്ല, അവിടെ ചെല്ല്, വില്ലേജ് ഓഫീസാണ്. ആവശ്യമില്ല പരാതി കൊടുത്തിട്ട്. അതെ ഇദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന ഒരു പൂവരശിന്റെ ഒരു ശാഖ, ഒരു കമ്പ് ഇയാളുടെ കിണറിന്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഇലയൊക്കെ ആ കിണറ്റിൽ വീണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായി എന്നുള്ളതാണ് ഇപ്പൊ പരാതി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കമ്പ് വെട്ടുകയോ അല്ലെങ്കിൽ ആ പൂവരശ അവിടെ നിന്ന് വെട്ടി മാറ്റുകയോ ചെയ്യണം. എൻ്റെ പൂവരശ് ഒരു ചെറിയ കമ്പ് മാത്രമേ ഇയാളെ കിണറിലേക്ക് തൂങ്ങി നിൽക്കുന്നുള്ളൂ. ഇയാളെ പൂവരശാണ് വലിയ പൂവരശ്. അതിന്റെ കൊമ്പാണ് മുഴുവൻ ഇയാൾ വെള്ളം ചീത്തയാക്കുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞാണല്ലോ. നിങ്ങളുടെ ആവശ്യമില്ലാത്ത പറയുന്നത് എന്താണ്? നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പൂവരശുണ്ടോ? ഒരു കൊമ്പ്. ഒരു കൊമ്പ്. അപ്പൊ പൂവരശിന്റെ വലിയ മരല്ലേ? അതെ അത് ചെറിയൊരു കൊമ്പാണ്. ചെറിയത് വലിയതാണ്. ഇതിപ്പോ നിങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് പറഞ്ഞയക്കാം. നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന പൂവരശാണ് പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മരം ഞങ്ങൾ വെട്ടും കേട്ടാ. അതുപോലെ തന്നെ നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന മരത്തിനാണ് പ്രശ്നം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മരവും ഞങ്ങൾ വെട്ടും. അപ്പൊ മൊത്തം മരം വെട്ടുന്നതിന് എത്ര രൂപയാണ് ചെലവാകുന്നത് വെച്ചാൽ ആ പൈസ നിങ്ങൾ 2 പേരും കൂടെ ഇവിടെ അടക്കേണ്ടി വരും. അതെത്ര രൂപ സാറേ? അതിപ്പോ ഒരാൾ വെച്ചിട്ട് ഒരു 5, 5.5, 6 രൂപയൊക്കെ വരും ഒരാൾക്കാ? ഓ അത് കൂടുള്ളൂ, കുറയൂല. രാഘവോ നമുക്ക് ആ പരാതി അങ്ങ് പിൻവലിക്കാം. നിങ്ങളുടെ പരാതി കൊടുത്തില്ല പിൻവലിക്ക്. എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ആ പരാതി ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ അതാ നല്ലത്. എന്നാ പിന്നെ വിട്ടോളൂ. പോട്ടെ പെങ്ങളെ. അല്ല പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ 2 പേരും കൂടെ ഒരു 150 ഉറുപ്പ്യ വെച്ചിട്ട് തന്നാ മതി. നിങ്ങളുടെ പരാതി കൊടുക്കുന്നു. വലയാൻ കെട്ടിത്തോളാം. 300 രൂപ കേട്ടോ. വേണ്ട, സ്റ്റാമ്പാണ്, ശിശുദിന സ്റ്റാമ്പാണേ. 2 പേരും കൂടെ പപ്പാത് എടുത്തിട്ട് കൊടുത്തോളൂ കേട്ടാ. ശരി. അല്ല എനിക്ക് വേണ്ട, അത് നിങ്ങൾ വെച്ചോ. വെച്ചോളാം അല്ലേ? ശരി കേട്ടാ. പോട്ടെ പോട്ടെ. ശരി. ഹലോ. സാറേ പറഞ്ഞോളൂ. ആണോ? സാറേ ഇപ്പോഴോ? അതെ ഡെപ്യൂട്ടി കലക്ടറാ വിളിച്ചത്. എത്രയും പെട്ടെന്ന് ചെന്ന് കാണാൻ.
സാറേ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാനും ഇല്ലേ സാറേ? സാറേ എനിക്കിന്ന് നേരത്തെ വീട്ടിൽ പോകണം, ഞാൻ ഉണ്ടാവില്ല. നിങ്ങളോട് ചെല്ലാനല്ല, ഏ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എത്രയും പെട്ടെന്ന്. അതെ, അത് കുഴപ്പമില്ല. ഇനി എന്ത് മാറാപ്പ് തലയിൽ കെട്ടി വെക്കാനാണോ എന്തോ. സാറേ എന്തായാലും പോകുമ്പോഴേ കുറച്ച് സ്റ്റാമ്പ് എടുത്ത് കൈമിൽ വെച്ചോളേ, കളക്ടർക്കും കൊടുക്കാലോ. അത് ശരിയാണ് അല്ലേ, ചിലപ്പോ മേടിക്കും. ഓ ശരിയാ. ഇതിപ്പോ ലോട്ടറി മാതിരി തന്നെ കിട്ടിയതായി. പോകുമ്പോ അവിടുന്ന് വല്ല കമ്പ്യൂട്ടറും വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോ. എനിക്കിവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചതാ. ശരി കേട്ടോ, ഞാൻ പോയിട്ട് വരാം. കമ്പ്യൂട്ടർ പോയിട്ട് വരാം. സാറെങ്കിൽ പോയിട്ട് കൊണ്ട് വരുന്നില്ലോ? ഇല്ല, അങ്ങോട്ട് വരില്ല. ശരി. ആ നിങ്ങളവിടെ. നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പരാതി പരിഹാരമേള നമ്മുടെ ജില്ലയിൽ വെച്ച് നടക്കുന്ന കാര്യം അറിയാലോ? ഓ സർ. അതിപ്പോ സത്യം വില്ലേജ് ഓഫീസറായിട്ടുള്ള വില്ലേജിന്റെ പരിധിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് കലക്ടർ വിളിച്ചു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വരെ അത്ഭുതപ്പെടണം എന്നാ പറഞ്ഞ്, ഒട്ടും മോശം വരുത്തരുത്. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണം. ഓ പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം ഉണ്ടല്ലോ. പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിൽ മതിയില്ലേ? എന്നാൽ അതിന്റെ പുറത്ത് ഒരു വലിയ പന്തല് വേണം. പന്തല് വേണം. ഒരു 1000-1500 പേർക്ക് ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് ഈ പന്തലിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പന്തല് വേണം. പിന്നെ ബാനർ വേണം. പിന്നെ നമുക്ക് ഈ ജില്ല മുഴുവനും ഫ്ലക്സുകൾ വെക്കണം. മന്ത്രി ജില്ല നമുക്കാണല്ലോ അതിന്റെ അധികാരം, നമുക്കാണല്ലോ. അപ്പോൾ ഒട്ടും മോശമില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. അപ്പൊ സാറ് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഒരു വലിയ ഭീമമായിട്ടുള്ള പൈസ ഫണ്ട് ഉണ്ടല്ലോ, നമ്മുടെ സർക്കാർ ഫണ്ട് അനുവദിക്കാം. അതിപ്പോ കയ്യോടെ കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടും. അപ്പൊ അതെടുക്കാലോ, എടുക്കാം. അപ്പൊ സർക്കാരിൽ നിന്ന് അനുവദിച്ചു വരുന്ന ഫണ്ട് എന്ന് പറയുന്നത് തന്നെ സാറേ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആവുമല്ലോ. ഒരു വില്ലേജ് ഓഫീസറല്ലേ സത്യം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? നമ്മുടെ വില്ലേജ് പരിധിയിൽ ഒരുപാട് സമ്പന്നന്മാരൊക്കെ ഇല്ലേ, പല ആവശ്യങ്ങൾക്കായിട്ട് വില്ലേജിൽ വരുന്ന ഒരുപാട് കോടീശ്വരന്മാരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ടാവും. അവരെയൊക്കെ ചെന്ന് കാണുക, എന്നിട്ട് അവരോട് പറയാം ഒരു 50,000 റുപ്യ ചെലവാക്ക്, മിനിസ്റ്ററാണ് വരുന്ന ഒരു ഓഡിറ്റോറിയം മറ്റേ ഒരു ഫംഗ്ഷൻ നടത്തണം എന്ന് പറഞ്ഞു നോക്കിയേ, അവര് ചാടി വിടും. പിന്നെ ഇത് സത്യനെ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, അല്ല സർക്കാരിന് വേണ്ടിയിട്ടല്ലേ. മേലുദ്യോഗസ്ഥർ ഓരോന്ന് കൽപ്പിക്കണം, നമ്മൾ അത് ചെയ്തു കൊടുക്കണം. അല്ല മാത്രല്ല സാറേ, നമ്മളിപ്പോ ഈ അതെ, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. പൊക്കോളൂ. ശരി സാർ. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതെ, നീ ഉള്ള ബംഗാളികളെല്ലാം പണിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശമ്പളം കുറവെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്നേ. പക്ഷേ കഴിഞ്ഞ മാസം അവന്മാർക്കെടുത്ത ഉരുളക്കിഴങ്ങ്, സവാള, ഗോതമ്പ് മാവ്, ഇത് മൂന്നും കൂടെ കണക്കൂട്ട് നോക്കിയപ്പോൾ മലയാളികളെ ജോലിക്ക് വെക്കാനാണ് നല്ലത്. ഓ ഓ ഓ ഇവിടെ തെണ്ടിത്തരം പറയരുത്, തെണ്ടി കേട്ടാ. നീ എന്നെ നിനക്ക് അറിഞ്ഞൂടാ. ആ എടാ, ഞാൻ പറയണ നീ ഇങ്ങോട്ട് കേട്ടാ മതി, നീ എന്നെ ഇങ്ങോട്ടോ. ഓ റാസ്കൽ. ഓ ഓ ഓ ഓ ഓ ഓ വീണോ എന്റെ പൊന്നു സാറേ, ഇതുപോലെ തലവേന പിടിച്ചൊരു മേഖല വേറെ അല്ലേ ഈ കൺസ്ട്രക്ഷൻ പരിപാടി. അറിയാമല്ലോടത്ത് ഞാൻ പറയും ഇത് ചെയ്യരുത് എന്ന്. സാറേ, ഞാൻ വന്നത് ഇതിപ്പോ നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ പരാതി പരിഹാര മേളയാണ്. അപ്പോ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ. അതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം, കസേര, ചായ, വട, ഇനി എന്താ ആന വേണോ, ചെണ്ടമേളം വേണോ, എന്ത് വേണം സാറ് പറഞ്ഞോ? ഇല്ല, നമ്മൾ പറഞ്ഞത് മതി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓ ഇനി വേറെ എന്തെങ്കിലും? ഇല്ല, വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇല്ല. എന്നാ പിന്നെ ശരി. അല്ല അത് ശരിയാവില്ലല്ലോ സാറേ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചില്ലേ? ഒരു പാലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണം, അവിടെ പെട്ടുപോകില്ലേ, പിന്നെ തിരിച്ചു വരണ്ടേ? മറ്റേ കയറി ഇറങ്ങിയ സംഭവം 1.5 ഏക്കർ നിലം, അത് ചെയ്തു തരണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ഇത്രയൊക്കെ ഞാൻ സഹായിക്കല്ലേ. പിന്നെ നിങ്ങളെ സ്റ്റാമ്പോ അങ്ങനെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് മുഴുവനും ഞാൻ എടുത്തോളാം, ആർക്കും കൊടുക്കണ്ട. സാറേ, അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ചെയ്യണം, അത് ചെയ്യണം. അതാണ് അത് നികത്തുന്നത് ഒന്നുകിൽ ഏതെങ്കിലും അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ചെയ്താൽ മതി. കാരണം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. എന്റെ സാറേ, മുമ്പിരുന്ന വില്ലേജ് ഓഫീസർമാരും ഞാനുമായിട്ട് എന്തോരം നിയമവിരുദ്ധങ്ങൾ ചെയ്തേക്കണത്. സാറ് പേടിത്തൂറിയാണ് കേട്ടാ. ഇങ്ങനെയൊന്നും ആവരുതൊരു വില്ലേജ് ഓഫീസർ. ധൈര്യമായിട്ടിരിക്കണം, എന്തിനും അങ്ങോട്ട് നേരിടണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സാർ, ഹാപ്പി അല്ലേ? അല്ലേ? അപ്പോൾ ഇനി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 1.5 ഏക്കറിൽ മണ്ണിടുന്നു, മൂടുന്നു, നിരത്തുന്നു. ഞാൻ ഹാപ്പി.